എന്താണ് യോധ ബാച്ച്? ഒരുപാട് കുട്ടികളുടെ ഉള്ളിലുള്ള ഡൗട്ടാണ് ഈ യോധ ബാച്ച് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ള ബാച്ചാണ്, എന്തൊക്കെയാണ് യോധ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണോ? ഞാനൊരു IITian ആണ് അല്ലെങ്കിൽ ഞാനൊരു NITian ആണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കരിയർ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് യോധ ബാച്ച് എന്ന് പറയുന്നത്. 10th കഴിഞ്ഞ് +1ലേക്ക് വരുന്ന മക്കൾ, നിങ്ങൾക്കറിയാം നമുക്ക് +1 +2 കഴിഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോകേണ്ട എക്സാം എന്ന് പറയുന്നത് JEE ആണ്. അപ്പോൾ ഈ ഒരു JEEക്ക് 2 വർഷം പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോച്ചിങ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ബെസ്റ്റ് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഒരിക്കലും JEE എന്ന് പറയുന്ന ഒരു എക്സാം നിങ്ങൾ കോച്ചിങ് ഇല്ലാതെ അപ്ലൈ ചെയ്ത് നിങ്ങളത് എഴുതിയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ചിലപ്പോൾ ഒരു 100ൽ ഒരാൾക്കെങ്കിലും ചിലപ്പോൾ പറ്റിയേക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളത് സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ് എടുത്തുകൊണ്ട് മാത്രം എഴുതേണ്ട എക്സാമാണ് JEE. സോ അതിന് വേണ്ടിയിട്ട് ബോർഡ്സിൻ്റെ കൂടെ തന്നെ ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്കുള്ളതാണോ JEE എന്ന് നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 വർഷം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ് എടുത്തേ പറ്റുള്ളൂ. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് JEE എക്സാം എന്ന് പറയുന്നത്. 2 ലെവലിലാണ് എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ? JEE മെയിൻസ് ക്വാളിഫൈ ചെയ്താലാണ് നിങ്ങൾക്ക് NITസിലേക്കും IITസിലേക്കും ഗിഫ്റ്റീസിലേക്കൊക്കെ എന്ത് കിട്ടുന്നത്, നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ JEE അഡ്വാൻസ്ഡ് കൂടെ ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു IITian ആവാൻ വേണ്ടി പറ്റുള്ളൂ. സോ സ്വാഭാവികമായിട്ടും ഈ ഒരു ജേർണി വളരെ ഹാർഡാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കും നന്നായി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. സോ യോധ ബാച്ചിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാർഡ് വർക്ക് എങ്ങനെയാണ് നമ്മൾ കുറച്ച് തരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മളുടെ +1ൻ്റെ കൂടെ JEE കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു പ്രോപ്പർ കോച്ചിങ് നൽകുന്ന ബാച്ചാണ് JEEൻ്റെ യോധ ബാച്ച് എന്ന് പറയുന്നത്. സോ +1 ബോർഡ് എക്സാം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. +1ന് നല്ല റിസൾട്ട് നിങ്ങൾ വാങ്ങിയെടുക്കണം. 520 ഔട്ട് ഓഫ് 520 തന്നെ നിങ്ങൾ വാങ്ങിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ JEEക്കുള്ള പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ് നമ്മൾ നടത്തണം. സോ എന്താണ് നിങ്ങൾ യോധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ എൻ്റെ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, JEEക്ക് പഠിക്കുമ്പോൾ നമ്മുടെ NCERT എന്ന് പറയുന്ന കാര്യം നമുക്ക് നന്നായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെള്ളം പോലെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സോ അതിന് നമ്മൾ ബോർഡ് എക്സാം പഠിക്കുമ്പോൾ അത് വളരെ വൃത്തിയായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ്, അതായത് ഡെയിലി നിങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ മൺഡേ ടു ഫ്രൈഡേ ബോർഡ് എക്സാം ലെവൽ ഓഫ് ക്ലാസ് ഉണ്ടാവും. അതിൽ NCERT നിങ്ങൾക്ക് അരച്ച് കലക്കി പഠിപ്പിച്ചു തരും. എല്ലാ ചോദ്യങ്ങളും കോൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടെ നമ്മൾ പഠിക്കണം. അതിനുശേഷം അതിൻ്റെ തന്നെ നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ അതിൻ്റെ PDF നോട്ട്സ്, ക്ലാസ് നോട്ട്സ്, പ്രത്യേകിച്ച് എൻട്രൻസിന് പഠിക്കുന്ന ഒരു കുട്ടിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാനൊന്നും അത്രയും സമയം ഉണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾക്ക് JEE ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും വർക്ക്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവിടെ ബോർഡ് എക്സാം ലെവൽ ഓഫ് നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി PDF ആയിട്ട് തരും. അത് പഠിച്ചാൽ മാത്രം മതി. അതിനുശേഷം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കണമല്ലേ, അതിന് വേണ്ടിയിട്ട് ബോർഡ് എക്സാം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടങ്ങിയതാണ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടും നിങ്ങൾക്ക് വർക്ക്ഷീറ്റിലൂടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററും സെറ്റാക്കാൻ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി CBSEയിലെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് CBSEയുടെ സെപ്പറേറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ CBSEയുടെ എന്തുണ്ടാവും, നമ്മുടെ CBSE കോർണർ എന്ന് പറയുന്ന ഒരു കോർണർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ തന്നെ NCERTയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി അതിനുശേഷം സാറ്റർഡേ സൺഡേസിലാണ് നമുക്ക് JEEയുടെ കോച്ചിങ് ക്ലാസ്സുകൾ വരുന്നത്. ഡെയിലി 2 സെഷൻ വീതമാണ് ഉണ്ടാവുക. അപ്പം ശനിയാഴ്ച ആണെങ്കിലും അതേപോലെ തന്നെ ഞായറാഴ്ച ആണെങ്കിലും നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ലീവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, നോ പ്രോബ്ലം. പക്ഷേ സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് നമ്മുടെ പ്രോപ്പർ JEE കോച്ചിങ് നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ബോർഡ് എക്സാം ലെവൽ കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് വരേണ്ടത് JEE ക്ലാസ്സിനാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ബോർഡ് എക്സാം ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ JEE ക്ലാസ് ഉണ്ടാവും. ആ JEE ക്ലാസ്സിൻ്റെ നോട്ട്സും കാര്യമൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് പിന്നീട് റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് JEEയുടെ വർക്ക്ഷീറ്റ്.
JEE ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ, നിങ്ങളുടെ കാൽക്കുലേഷൻസ് ബെറ്റർ ആവുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രാക്ടീസ് നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് JEE ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ വർക്ക്ഷീറ്റ് കിട്ടും ഓരോ ചാപ്റ്റർ വൈസ്. അത് നിങ്ങൾ ചെയ്യാം. ആൻഡ് മാക്സിമം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതാം. സോ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഇത് നിങ്ങൾ +1-ലും +2-ലും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ആൻഡ് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് 1 ഇയറിലേക്ക്, അതായത് +1 കംപ്ലീറ്റ് JEE ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങളുടെ ഫീസ് 7,999 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എക്സാമിനറുടെ ബുക്ക് സെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ എക്സാമിനറിൻ്റെ 2ാമത്തെ ബാച്ചാണ്. അപ്പം നമ്മൾ വളരെ JEE നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് എന്ത് പഠിക്കുന്നുണ്ട്, നമ്മളുടെ വീര ബാച്ചിൽ ഓൾറെഡി JEE പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ലാസ്റ്റ് ഇയർ ആണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ ആ ഒരു കഠിനമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ട് ആഗ്രഹമുണ്ട് എനിക്ക് JEE ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സധൈര്യം എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ യോധ ബാച്ച് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും യോധ ബാച്ചിലേക്ക് മിസ് വെൽക്കം ചെയ്യാണ്. അപ്പം നമ്മുടെ യോധ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ ഫ്രൈഡേ ആണ് ഉണ്ടാവുക. അപ്പം നിങ്ങളെല്ലാവരെയും മിസ് എന്ത് ചെയ്യാണ്, വെൽക്കം ചെയ്യാണ്. ആൻഡ് ബാച്ചിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ബാച്ച് യൂസ് ചെയ്യണം, ക്ലാസ്സസ് എങ്ങനെയായിരിക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓറിയൻറ്റേഷനിൽ പറയുന്നതായിരിക്കും. സോ എന്താണ് യോധ ബാച്ച്, എന്തിനാണ് യോധ ബാച്ച് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ 2 വർഷം നമുക്ക് ഒരുമിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ഡ്രീംസിലേക്ക് നമ്മൾ നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.